ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി റഫലോ കേക്കിൻ്റെ ഫില്ലിങ്ങും അതിൻ്റെ ഒരു ഡെക്കറേഷനും ഒക്കെ കാണാം കേട്ടോ. നല്ലൊരു അടിപൊളി കേക്കാണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കേക്ക് വെനിലയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വെനില കേക്കിൽ നമ്മൾ ജസ്റ്റ് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ വൈറ്റ് ചോക്കോ ചിപ്സും കൂടിയാണ് ഫില്ലിങ്ങിനായിട്ട് കൊടുക്കുന്നുള്ളത്. സെയിം മെത്തേഡ് തന്നെ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാം. ആദ്യം കേക്കിൻ്റെ ബേസ് വെക്കുക, അതിന് ശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ഗനാഷ് വെച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ നോർമലി റാഫലോ കേക്കിന് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് വെറ്റ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ മുകളിലായിട്ട് ഒന്നെങ്കിൽ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ ഗനാഷോ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും കേക്കും നല്ലൊരു സോഫ്റ്റും ഒക്കെ ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് 2 ദിവസം മുന്നേ വന്ന ഒരു ഓർഡർ ആയിരുന്നു. ആളുടെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അപ്പോൾ നല്ലൊരു ഫ്ലേവർ എന്നോട് ചൂസ് ചെയ്തോന്നാണ് പറഞ്ഞത്. റൈറ്റ് പ്രശ്നമില്ല, നല്ലൊരു ഫ്ലേവർ ആയാൽ മതിയെന്ന്. അപ്പോൾ എനിക്ക് പേഴ്സണലി റാഫലോ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതായിരുന്നു ഈ ഒരു ഫ്ലേവർ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ കുഴപ്പമില്ല, നല്ലൊരു ഡിസൈനും ചെയ്തു എന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ ഇതേ കേക്ക് ആദ്യം മൊത്തത്തിൽ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നുള്ളത്. ആദ്യം സൈഡ്സൊക്കെ സ്ക്രൈപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ മുകളിൽ ചെറിയൊരു ഷാർട്ട് പെഡ്ജ് പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതേ നമുക്ക് സൈഡ്സിലുള്ള ക്രീമും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഫോൾട്ട് ലൈൻ പോലെ ഒരു ഡിസൈൻ കൊടുക്കാനാണ് പ്ലാൻ. അപ്പം അതിനായിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് പർപ്പിൾ പോലത്തെ ഒരു കളറാണ്. പർപ്പിളല്ല, വയലറ്റ്, എന്തോ ഒരു കളർ. നിങ്ങൾക്ക് ഈ കളറിൻ്റെ കറക്റ്റ് നെയിം അറിയില്ല ഒന്ന് പറഞ്ഞിരുന്നേ. ഞാനിങ്ങനെ 2-3 കളേഴ്സൊക്കെ വെച്ച് സെറ്റാക്കിയപ്പോൾ കിട്ടിയൊരു കളറാണ്. അപ്പോൾ ഇതേ അത് വെച്ചിട്ട് നമ്മൾ സൈഡ്സിൽ മൊത്തം നീറ്റാക്കി ക്ലീനാക്കി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ള് ഫോൾട്ട് ലൈൻ ആക്കിയിട്ട് എല്ലാ ഭാഗത്തും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കളറിൽ തന്നെ നമ്മൾ മുകളിൽ കുറച്ചാക്കി കൊടുത്തിട്ട് ഒരു സ്ക്രൈപ്പർ ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സാണ്. ഇത് ഞാൻ 2 ദിവസം മുന്നേ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഈ ഫ്ലവർ അത്യാവശ്യം നമുക്ക് ഒരുപാട് ഡേയ്സ് കിട്ടും കേട്ടോ. നമ്മൾ കുറച്ച് പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് അതിൻ്റെ തണ്ടിൻ്റെ ഏറ്റവും താഴ്ഭാഗം മാത്രം വെള്ളത്തിൽ കുത്തുന്ന പോലെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറച്ച് അധികം ദിവസം ഇത് കിട്ടും. അതിനുശേഷം നമ്മൾ ഫ്ലവേഴ്സിൻ്റെ കൂടെ കുറച്ച് ഫോക്സ് ബോൾസും പിന്നെ കുറച്ച് ബേബി ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ചപ്പം കേക്കിന് നല്ലൊരു ലുക്കാട്ടോ കിട്ടിയിട്ടുള്ളത്. ഫോക്സ് ബോൾസൊക്കെ ഞാൻ അത്യാവശ്യം സ്റ്റോക്കാക്കി വെക്കാറുണ്ട്. കാരണം ഒരുവിധം കേക്ക്സിനൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കേക്ക്സിന് ഫോക്സ് ബോൾസ് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവാറുണ്ട്. അതിനുശേഷം നമ്മൾ ഫോൾട്ട് ലൈൻ കൊടുത്ത ഭാഗത്ത് ഗോൾഡൻ ഫ്ലേക്സ് വെച്ചിട്ട് ആ ലൈൻസിൻ്റെ അവിടെ ഫുള്ള് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് നമ്മുടെ കേക്കിൻ്റെ ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മുടെ കേക്കിലേക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.